അസ്സലാമലൈക്കും വറഹ്മത്തുള്ളാഹി. കുഞ്ഞാമീൻ്റെ ഒരു ക്ലിപ്പ് നേരത്തെ നമ്മൾ പ്രദർശിപ്പിച്ചിരുന്നു. അതൊന്നും കൂടെ ഇടേണ്ടി വന്നിരിക്കുകയാണ്. ഏതായാലും ആ ക്ലിപ്പ് നമുക്കൊന്ന് കേൾക്കാം. അതിൽ പറയുന്നുണ്ട്, കുഞ്ഞാമീൻ്റെ സ്വതസിദ്ധമായ ശൈലിയിൽ AP സമസ്തയിലെ ഗുണ്ടകളെ എന്നൊക്കെ അഭിസംബോധന ചെയ്തിട്ട് പറയുന്നൊരു കാര്യമുണ്ട്. എന്താണ് നമുക്ക് കേൾക്കുക. AP സമസ്തയിലെ ഗുണ്ടകളെ, AP സമസ്തയിലെ നവവഹാബികളെ, പ്ലീസ് നിങ്ങളോടുള്ള ഒരു വിനീതമായ അഭ്യർത്ഥനയാണ്. ഞങ്ങളുടെ അഹ്ല് മരിച്ചാൽ നിങ്ങൾ വരരുതേ, മയ്യത്ത് നിസ്കരിക്കാൻ ആ വഴിക്ക് വന്നേക്കരുത്. എന്തിനാ ഞങ്ങൾ വരുന്നത്? ഒരു ബക്കറ്റിൽ നല്ലൊരു വെള്ളം, അതിലൊരു ഇറ്റ് മൂത്രം വീണ കഴിഞ്ഞില്ലേ കഥ? എന്തിനാ നിങ്ങൾ നജസാക്കാൻ വരുന്നത്? നിങ്ങൾ വരണ്ട. അല്ല ഇപ്പൊ നിങ്ങൾ മയ്യത്ത് കഴിച്ചിട്ട് എന്തിട്ടാണ്? അതൊക്കെ ചെയ്യേണ്ടത് കൃത്യമായ രൂപത്തിൽ അവരുടെ വിഷയങ്ങളിൽ ഇടപെടാനും അവരുടെ ബർസഖിയായ ലോകത്ത് ഇടപെടാനും മരണസമയത്തും മരണത്തിന് ശേഷവും നാളെ ആഖിറത്തിലും ഞങ്ങളെ കൈപിടിച്ച് രക്ഷപ്പെടുത്താൻ എന്നെ പിടിച്ചവർ ഏതും പേടിക്കേണ്ട, എന്നെ പിടിച്ചോർക്ക് ഞാൻ കാവലെന്നോവർ എന്നു പറയാൻ അധികാരമുള്ള വാപ്പാട മക്കളാണ് ഞങ്ങൾ. ഞങ്ങൾ ഒന്നിനും കഴിയാതെ കുഴഞ്ഞു കിടക്കണ വാപ്പയല്ല ഞങ്ങളെ വാപ്പ. ഞങ്ങളെ കേട്ടല്ലോ. അതില് കുഞ്ഞാമത് പറയുന്നത് ഞങ്ങളെ മരിച്ചോടത്തേക്ക് വരണ്ട, നിങ്ങൾ വന്നിട്ട് എന്താ കാര്യം എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇനി കുഞ്ഞാമതിന്റെ മറ്റൊരു ക്ലിപ്പൊന്ന് കേൾക്കാം. അത് കേട്ടിട്ട് ബാക്കി. സിയാറത്തിനു ശേഷം ആ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോ, വീട്ടിലേക്ക് എത്തുന്നതിന്റെ മുൻപ് തന്നെ പൊതുവായി എല്ലാവരും പൊതുവഴിയായി റോഡായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന റോട്ടിൽ തന്നെ അഹ്സനി ഉസ്താദിന്റെ വാഹനം കടന്നു ചെല്ലാൻ തടസ്സം സൃഷ്ടിക്കുന്ന രൂപത്തിൽ ഒരു വണ്ടി കൊണ്ടുവന്ന് ബ്ലോക്ക് ചെയ്യുകയും ഗേറ്റിലേക്ക് കടക്കുമ്പോഴേക്ക് വാഹനത്തിൽ നിന്ന് പുറത്തിറങ്ങി റോട്ടിലുള്ള സമയം വലിയ ആക്രോശത്തോടുകൂടി അതിന്റെയൊക്കെ പരിസര നാടുകളിൽ നിന്ന് പ്രത്യേകമായി പ്ലാൻ ചെയ്തതിന്റെ അടിസ്ഥാനം AP വിഭാഗം സംഘടനയുടെ ഗുണ്ടായിസം അവിടെ അഴിഞ്ഞാട്ടം നടത്തുന്ന രംഗമാണ് കാണാൻ സാധിച്ചത്. എന്താ സംഭവം? ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ്. മഹാനരായ അണ്ടോണ ഉസ്താദിന്റെ പ്രിയ പത്നി വഫാത്തായി. അള്ളാഹു മർഹമത്തും മഗ്ഫിറത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. അപ്പോൾ അവിടെ ഇവർ സിയാറത്തിനോ മറ്റൊക്കെ ചെന്ന്, അല്ലെങ്കിൽ സിയാറത്തിനാണെന്ന് പറഞ്ഞ് അവിടെ കയറി പറ്റാനുള്ള ഒരു ശ്രമം, അത് നൈസായിട്ട് പരാജയപ്പെട്ടതിൻ്റെ കരച്ചിലുകളാണ് നമ്മൾ ഈ കാണുന്നത്. അല്ല കുഞ്ഞമ്മത്, ഞാനൊന്ന് ചോദിക്കട്ടെ, നിങ്ങൾ മരണപ്പെട്ടാൽ ഞങ്ങൾ ആരും നിസ്കരിക്കാൻ വരണ്ട, അതല്ലെങ്കിൽ ദുആ ചെയ്യേണ്ട, മയ്യിത്ത് നിസ്കരിക്കണ്ട, അങ്ങോട്ട് വരേണ്ട എന്നൊക്കെ പറയുന്ന നിങ്ങൾക്ക് എങ്ങനെയാണ് അതേ പ്രസ്ഥാനത്തിൽപ്പെട്ട ഞങ്ങളുടെ അഭിമന്യരായ നേതാവ് അണ്ടോണ ഉസ്താദിൻ്റെ ഭാര്യയുടെ മരണവുമായി ബന്ധപ്പെട്ട് അവിടെ ചെല്ലാൻ എന്താണ് നിങ്ങൾ അതിനുള്ള ന്യായം എന്താണ്? ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. അണ്ടോണ ഉസ്താദ് എപ്പോഴെങ്കിലും നിങ്ങൾക്ക് അനുകൂലമായിട്ടുണ്ടോ? അവിടുത്തെ ഭാര്യ നിങ്ങൾക്ക് അനുകൂലമായിട്ടുണ്ടോ? അവിടുത്തെ മറ്റു മക്കൾ ആരെങ്കിലും നിങ്ങൾക്ക് അനുകൂലമായിട്ടോ നിങ്ങളോട് അനുഭാവപൂർവ്വമോ നിങ്ങളുടെ വാദങ്ങൾ ശരിവെച്ചോ രംഗത്ത് വരികയോ പ്രവർത്തിക്കുകയോ നിങ്ങളുടെ പ്രഭാഷണങ്ങൾ വന്നിരിക്കുകയോ നിങ്ങളെ അനുകൂലിക്കുകയോ ചെയ്തിട്ടുണ്ടോ? ഒരാളെ നിങ്ങൾക്ക് അതിൽ നിന്ന് അടർത്തിയെടുക്കാൻ കഴിഞ്ഞു, അത് അദ്ദേഹത്തിൻ്റെ ഒരു ബുദ്ധിമോശം എന്നേ പറയാനുള്ളൂ. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി പോകുന്ന ഇതിൻ്റെ സുൽത്താൻ ഉലമയുടെ കൂടെ ജീവിച്ച അവിടുത്തെ എല്ലാമായിരുന്ന അഭിവന്ദരായ അണ്ടോണ ഉസ്താദിൻ്റെ പ്രിയ പത്നി, ആ ഭർത്താവിൻ്റെ അതേ പാതയിൽ നീങ്ങുന്ന പത്നി നിങ്ങൾ ഈ പറഞ്ഞ ഗണത്തിൽ പെടുന്നതല്ലേ? പിന്നെ എന്തിനാണ് നിങ്ങൾ അവിടെ ദുആ ചെയ്യാൻ പോയത്? നിങ്ങൾ എന്തിനാ അവിടെ മരണവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഇടപെടുന്നതിൻ്റെ ആവശ്യം എന്താണ്? അപ്പം നിങ്ങൾക്ക് നേരത്തെ എപ്പോഴും പറയുന്നത് പോലെ ഇപ്പോഴും പറയുകയാണ്, നിങ്ങൾക്കിതിലൊന്നും വല്ല കാര്യം, അവിടെ പോയിട്ട് അവിടെ കുറച്ച് ആളുകളെ കിട്ടുമോ എന്ന ആ ഒരു ചിന്തയാണ് നിങ്ങളെ ഇതിന് മെനക്കെടുത്തിയത്. ഏതായാലും നൈസായിട്ട് തേഞ്ഞൊട്ടിയല്ലോ. ഇനി ആ വിഷയവുമായി പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ കരയാൻ നിൽക്കണ്ട.
നിങ്ങളുടെ നേരത്തെ ആക്രോശവും ഇപ്പോഴത്തെ കരച്ചിലും ഒന്നിച്ച് കാണുമ്പോൾ നല്ല രസമുണ്ട് കാണാൻ. ഏതായാലും അസ്സലാമു അലൈക്കും.